കമ്മീഷണർ സിനിമയിലെ ഒരു കേന്ദ്രമന്ത്രിയോടാണ് താങ്കൾ ഈ മുഖം ആ ഒരു ഡയലോഗ് വരുന്നത്. എന്നിട്ട് താങ്കളാണ് ആ റോൾ റിവേഴ്സിലാണ് ഇപ്പോൾ. എന്തെങ്കിലും ഇങ്ങനെ ഒരു സംഭവം വന്നാ പോലീസുകാരനോട് ഞാൻ ചോദിക്കേണ്ടി വരും. അതിപ്പോ ചോദിച്ചില്ലേ പൂരപ്പറമ്പില് അല്ലേ? ഇല്ല, ഞാൻ അങ്ങനെ കുറ്റം പറഞ്ഞതൊന്നുമല്ല കേട്ടോ. അദ്ദേഹത്തിന് അത് പറ്റിയൊരു അബദ്ധമായിരിക്കാം, ചെറുപ്പമല്ലേ വരും. ബട്ട് ഹീ വിൽ ലേൺ ഫ്രം ദാറ്റ്. ഞാൻ അവിടെയും ചോദിച്ചത്, ഈ പൂരം ജനങ്ങളില്ലെങ്കിൽ പൂരം ഇല്ല, ആ ജനത്തിനെ എന്തിനു തല്ലിയെന്നാണ് ഞാൻ ചോദിച്ചത്. അവരക്രമാസക്തരാവില്ല. പൂരപ്പറമ്പിൽ വരുന്ന ചെറിയ ഉത്സവപ്പറമ്പിൽ വരെ ഓടിച്ചിട്ടടിയും സോഡാക്കുപ്പി എറിഞ്ഞ് പൊട്ടിക്കുകയും എല്ലാം ഉണ്ടാവും. പൂരപ്പറമ്പിലത് ഉണ്ടാകത്തില്ല. സൗഹൃദത്തിൻ്റെ പൂരമാണത്. അവന് വെടിക്കെട്ട് കാണുക, അവനെ റോഡ് വിട്ട് ഒരു ബൈ റോഡ്സിലേക്ക് കെട്ടി നിർത്തി അവൻ്റെ മുമ്പിൽ അവന് കണ്ണ് കാണാൻ പറ്റാത്ത തരത്തിൽ ബാരിക്കേഡ് വെച്ച് ഈ തുക്കടി സാഹിബന്മാർ മുഴുവൻ സ്വൈരവിഹാരം അതിനകത്തോട്. ഞാൻ ചെന്നാൽ എന്നെ ഞാൻ ഉദിക്കും, എം പി ആണെങ്കിൽ. അവൻ്റെ ഒരു മനോവേദന ആലോചിച്ചിട്ടുണ്ടോ? അവനെയാണ് അടിച്ചിറക്കി ആ ബാരിക്കേഡിന് അപ്പുറത്താക്കുന്നത്. ഞാൻ ആരാ അത് ചെയ്യാൻ എന്ന് കാക്കിയിട്ടവും വിചാരിക്കണ്ടേ? അവനോട് നിർദ്ദേശിക്കുന്നവൻ തീരുമാനിക്കണ്ടേ? അതാണ് ഞാൻ പറഞ്ഞത്, സോഷ്യലിസം ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ സോഷ്യലിസമാണ്. രാഷ്ട്രീയത്തിന് എന്താണ് ചങ്ങലകിട്ട് വയ്ക്കാവുന്ന സോഷ്യലിസം അല്ല. അയ്യോ, അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയതല്ല. അദ്ദേഹത്തിന് അങ്ങനെയൊന്നും ഇല്ല. I think even in films, I don't think I have done much of those superhuman roles. No. I have stood the ground. I have stood to the ground. Even my characters have been very local, addressing local issues. I think that has slowly crept into my character and the timber of my mental behavior pattern, whether it is accepting substances which relate to the life of the people and co-reacting. They are already on that reacting scale. I just join them. It's co-reaction. I never sway away from the intent of the people. I never turn it political. Like as in Karuvannur, it was the people's foray. I joined that foray. That's all. How can you call that superhuman? No. സാധാരണക്കാർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പക്ഷെ പറ്റാത്ത കാര്യങ്ങൾ അത് നടത്തി തരുന്ന നായകൻ, അങ്ങനത്തെ നായകനായിരുന്നു. അല്ല, സാധാരണക്കാരാഗ്രഹിച്ചത് നടത്തിക്കൊടുത്ത നായകൻ, അത്രയേ ഉള്ളൂ. പറ്റാത്തത് എന്നല്ല. പറ്റാത്തത് ഇപ്പോഴും പറ്റുമോ അവർക്ക്? സാധാരണക്കാരൻ അങ്ങനെ ഒരു നിലയിലെത്തുമ്പോഴല്ലേ സാധ്യമാവുന്നത്. അതല്ലേ അവർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം എനിക്ക് എല്ലാ പാർട്ടികളിലും നല്ല വ്യക്തികളുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു. അത് ലീഡർ ശ്രീ കരുണാകരനായാലും സഖാവ് ഇ കെ നായനാരായാലും സഖാവ് അച്യുതാനന്ദൻ. എനിക്ക് തോന്നുന്നു ഞാൻ ഒരു 30 വയസ്സുള്ള ചെറുപ്പക്കാരനായിരുന്നു അച്യുതമേനോൻ സഖാവ് മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെങ്കിൽ തീർച്ചയായിട്ടും അവിടെയും എനിക്ക് അടുപ്പം ഉണ്ടായെന്ന് ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ അവരെ കൊണ്ട് എന്താണോ ജനങ്ങൾക്ക് സാധ്യമാകേണ്ടത് അത് സാധിച്ചെടുക്കാൻ വേണ്ടി ഞാൻ നടന്നിട്ടുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ കാര്യത്തിനും ആരെയും ഇന്ന് വരെ അപ്രോച്ച് ചെയ്തിട്ടില്ല. നോട്ട് ഈവൻ മൈ പ്രൈം മിനിസ്റ്റർ. നോട്ട് അട്രാക്റ്റഡ്. സി, ഞാനിതിപ്പോൾ പറയുമ്പോഴത്തേക്കും ഉടനെ അതൊരു വിമർശനം പോലെയാണ്. അല്ല, സി, 47 സ്റ്റുഡൻസാണ് ഞങ്ങൾ അതിലുണ്ടായിരുന്നത്, ഡിഗ്രിയിലുണ്ടായിരുന്നു. പ്രീ ഡിഗ്രിയിൽ ഏതാണ്ട് 120 പേരോ 127 പേരോ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നേ ഈ ഒരു അഫിനിറ്റി ഉണ്ട്. കാരണം മുഴുവൻ സ്കൂളുകളിൽ നിന്ന് വന്ന്, സാധാരണ സ്റ്റേറ്റ് സ്കൂളുകളിൽ നിന്ന് വന്ന് അവരാണ് കൂടുതൽ. ഞങ്ങളാകെ 12 പേരാണ് ICSE സ്കൂളിൽ നിന്ന്, ഇൻഫൻറ്റ് ജീസസിൽ നിന്ന് വന്ന്, ട്രിനിറ്റി ലൈസിയത്തിൽ നിന്ന് 3-4 പേര്, അതുപോലെ
ബാംഗ്ലൂരിലും മറ്റുമൊക്കെ പഠിച്ച ഇതുപോലെ ICSE വന്നത് ഡിഗ്രിക്കാണ്, പ്രീ ഡിഗ്രിക്ക് വന്നത് ഒരു 3-4 പേര്, അങ്ങനെ എല്ലാം കൂടെ ഒരു 16-17 പേരിൻ്റെ കൂടെയാണ് ഈ പറയുന്ന ബാക്കി 110 പേരല്ലെങ്കിൽ 100 പേര് നിൽക്കുന്നത്. അവർക്കെല്ലാം ഈ പറയുന്ന പൊളിറ്റിക്കൽ ഒരു ടിൻറ്റ് എന്ന് പറയുന്നത് ഇസ് വാട്ട് ദേ അക്വയർഡ് ത്രൂ ദെയർ ഫൈനൽ ഇയേഴ്സ് ഇൻ സ്കൂൾ, വിച്ച് വാസ് for very obvious reasons it was the left parties who had an upper hand. ആ കാലവും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഇങ്ങനെ അവർ വന്ന് അവരങ്ങോട്ട് എന്തെങ്കിലും ഒരു സമരം വിളിക്കുമ്പോൾ നമ്മൾ അവരുടെ കൂടെ നിന്നു. അപ്പോൾ ഫാസിനേഷനാണോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ആ പ്രായത്തിലൊക്കെ പ്രേമം എന്ന് പറയുന്നത് യു വിൽ നോട്ട് കോൾ ഇറ്റ് റൊമാൻസ് ഓർ പ്രേമം, ഇറ്റ് ഈസ് ഇൻഫാച്യുവേഷൻ അല്ലേ, ഓഫ് ദി ഇമ്മച്വർ മൈൻഡ്സ്, അല്ലെങ്കിൽ നോട്ട് സോ മെച്യൂർ ഇനഫ് മൈൻഡ്സ്. അത്രയേ ഉള്ളൂ. പൊളിറ്റിക്സും അത്രയേ ഉള്ളൂ. സംഘം ചേരൽ. എൻ്റെ സുഹൃത്ത് SFI ആണ്, ഞാനും SFI ആണ്. ഇത് ഐഡിയോളജിയോടുകൂടി എനിക്ക് സോഷ്യലിസം മാത്രമാണ് തോന്നിയിട്ടുള്ളത്. ഒരു പൊളിറ്റിക്കൽ ഡെലിവറർ ഷുഡ് ബി എ സോഷ്യലിസ്റ്റ്. അയാൾ ഏത് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായാലും he has to understand the soil and the every object or properties that the soil will present, be it maram, manushan, mrugam or anything. എല്ലാം മായാണ്. മണ്ണ്, മരം, മനുഷ്യൻ, മൃഗം അല്ലേ? അപ്പോൾ ഈ ഒരു സബ്സ്റ്റൻസിന് നമുക്കെങ്ങനെ കണ്ടെയ്ൻ ചെയ്യാൻ സാധിക്കും? അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ ഒരു ഡെലിവറർ ആവാൻ പറ്റൂ. ഇഫ് യു കോൾ ദാറ്റ് ഡെലിവറർ എ പൊളിറ്റീഷ്യൻ or a politician chosen to join the governance or the steering group, then he has to be a socialist.